മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറി മുണ്ടു ചുറ്റി ഇന്നെൻ്റെ മുറ്റത്ത് പൊന്നോണപ്പൂവേ നീ വന്നു ചിരി തൂകി നിന്നു വന്നു ചിരി തൂകി നിന്നു. 1986 ഈ പാട്ടും പാടി നടക്കാത്തവരായി ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും ഈ പാട്ട് ഒരു തവണ കേട്ടാൽ കുറച്ചു നേരമെങ്കിലും നമ്മൾ അറിയാതെ പാടിക്കൊണ്ടിരിക്കും എന്നത് വേറൊരു സത്യമാണ്. മൺമറഞ്ഞു പോയ മലയാളത്തിൻ്റെ പ്രിയനടി മോനിഷ, വിനീത് എന്നിവർ ചേർന്ന് അഭിനയിച്ച നഗക്ഷതങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി ബോംബെ രവി സംഗീതം നൽകിയ ഈ പാട്ട് എഴുതിയിരിക്കുന്നത് ONV കുറുപ്പാണ്. ഹരിഹരൻ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച ഈ ചിത്രത്തിലെ മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി എന്ന പാട്ട് ജനിക്കുന്നത് ഇങ്ങനെയാണ്. നായകനും നായികയും തമ്മിലുള്ള പ്രണയരംഗങ്ങൾ ഉൾപ്പെടുന്ന പാട്ടായതുകൊണ്ട് തന്നെ പ്രണയവും അതേസമയം ഒരമ്പലത്തിനെ ചുറ്റിപ്പറ്റിയുള്ള വിഷ്വലുകളുമാണ് ഈ പാട്ടിൻ്റെ ചിത്രീകരണത്തിനായി തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഫീൽ കൂടി അതിൽ ഉൾപ്പെടുത്തണം എന്ന് MT പറഞ്ഞതനുസരിച്ച് വരികൾ എഴുതുവാനായി ONV തൻ്റെ വീടിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്. ഒരുപാട് നേരം അദ്ദേഹം വരികൾക്ക് വേണ്ടി പരതി. പക്ഷേ സംവിധായകൻ പറഞ്ഞ പോലൊരു പാട്ട് എഴുതാൻ അദ്ദേഹത്തിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ആലോചനയിൽ മുഴുകിയിരുന്ന അദ്ദേഹത്തിന് ഒരു ചായ ഇട്ടുകൊണ്ടുവരികയാണ് ഭാര്യ. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഇനി ചായ കുടിച്ചിട്ടാവാം ബാക്കി എഴുത്തൊക്കെ. അങ്ങനെ ആ ചായ കുടിച്ചുകൊണ്ട് ആ വീടിൻ്റെ മുറ്റത്തുകൂടി അദ്ദേഹം പതുക്കെ കണ്ണോടിച്ച് നോക്കി. ആ നോട്ടം ചെന്ന് പതിച്ചത് വീടിന് മുന്നിലുണ്ടായിരുന്ന കണിക്കൊന്നയിലാണ്. പ്രഭാതത്തിലെ ഇളം വെയിലിൻ്റെ സൂര്യരശ്മികൾ തട്ടി മഞ്ഞളണിഞ്ഞു നിൽക്കുന്ന കണിക്കൊന്നച്ചെടി കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആദ്യ വരി തെളിഞ്ഞു വന്നു. മഞ്ഞൾ പ്രസാദവും നെറ്റിയിൽ ചാർത്തി മഞ്ഞക്കുറിമുണ്ടും ചുറ്റി. ഉടനെ തന്നെ കയ്യിലുണ്ടായിരുന്ന പേനയെടുത്ത് അദ്ദേഹം ആ വരി കുറിച്ചു വെച്ചു. ആ പ്രഭാതത്തിൽ അദ്ദേഹം കണ്ട കാഴ്ചകളുടെ ഒരു വിശകലനം എന്ന വണ്ണം അതിനോടൊപ്പം രണ്ടാമത്തെ വരിയായി ഇങ്ങനെ കൂടി ചേർത്തു: ഇന്നെൻ്റെ മുറ്റത്ത് പൊന്നോണ പൂവേ നീ വന്നു ചിരിതൂകി നിന്നു. 80കൾ എടുത്താൽ അതിൽ നിന്നും ഒഴിച്ചുകൂടാനാവാത്ത പാട്ടുകളുടെ പട്ടികയിൽ ആദ്യ നിരയിൽ തന്നെയുണ്ട് ഈ മനോഹര ഗാനം. ഇന്നും ഈ പാട്ട് കേൾക്കുമ്പോൾ അതിൻ്റെ പുതുമയും ആ വരികളിൽ തെളിഞ്ഞു നിൽക്കുന്ന കവിയുടെ മനസ്സും നമുക്ക് അതേപടി മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളത് ഈ പാട്ടിൻ്റെ വലിയൊരു പ്രത്യേകതയായി മാറി. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടിയായിരുന്ന മോനിഷയും വിനീതും ഒന്നിച്ച് തിരശീലയുടെ മുന്നിൽ ഈ പാട്ടിൻ്റെ അകമ്പടിയോടെ എത്തിയപ്പോൾ ഈ പാട്ടിൻ്റെ മാറ്റ് ഒന്നുകൂടി ഇരട്ടിച്ചു. മോഹന കല്യാണിയിലാണ് ഈ പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ബോംബെ രവി എന്ന അതുല്യനായ സംഗീത പ്രതിഭയുടെ ഹിറ്റ് ചാർട്ടിൽ ഈ പാട്ടിന് ഇന്നും ഒഴിച്ചുകൂടാനാവാത്തൊരു സ്ഥാനമുണ്ട്. ഓരോ പാട്ട് വരുന്ന വഴിയേ